അമേരിക്കയിൽ മാത്രമല്ല, കൊറിയ, ജപ്പാൻ, ഹോളണ്ട്, ഇറ്റലി എന്നു വേണ്ട 7 കോണ്ടിനെന്റുകളിലും ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ. പക്ഷേ അമേരിക്കയിൽ നിന്നൊരു മലയാളി കപ്പിൾ ഇതാദ്യമായിട്ടാ. ഞങ്ങൾ മലയാളികളാണെന്ന് പറയാന്ന് മാത്രം. I'm born and brought up in States. അലക്സിന്റെ ഫാമിലി കുറെ കാലായിട്ട് അവിടെ സെറ്റിൽഡാ. സോ കേരളത്തിൽ റിലേറ്റീവ്സിനെ ഒന്നും അങ്ങനെ പരിചയമില്ല. See, you know, doctor, first we went to Gujarat for surrogacy, but they are not ready to show the donor. And finally, Dr. Cherian suggested your name. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സ്ത്രീയെ, അതായത് ഡോണറെ, ഞങ്ങളും ക്ലയൻസിനെ കാണിക്കാറില്ല. പ്രസവം കഴിഞ്ഞ് കുട്ടിയെ ഞങ്ങൾ വാങ്ങി അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. അതാണ് പ്രൊസീജിയർ. ഡോക്ടർ ചെറിയാനും ഞാനും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഡോണറെ നിങ്ങളെ കാണിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആക്ച്വലി ഐ എക്സ്പെക്ടഡ് ബിഗർ സെറ്റപ്പ് ഇൻ ദിസ് ക്ലിനിക്. ഇവിടെ ഡെലിവറിക്കുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ? അതിന് പേഷ്യന്റ് പ്രഗ്നന്റ് ആയാൽ ഉടനെ അവരെ ഞാൻ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യിക്കും. ബാക്കി ചികിത്സയും പ്രസവവും ഒക്കെ അവിടെ ആയിരിക്കും. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 50 crores സെറ്റപ്പ് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 minute. ഹലോ, കാറിന്റെ ലോണോ? ബെൻസ് കിട്ടാൻ വൈകുന്നോ? എന്നാൽ ലാൻഡ് ക്രൂസർ ബുക്ക് ചെയ്യൂ. എനിക്ക് സാധനം ഉടനെ വേണം. ഞാനൊരു മീറ്റിംഗിലാ, ഡിസ്റ്റർബ് ചെയ്യരുത്. ലക്ഷറി കാഴ്സ് എനിക്ക് വീക്ക്നെസ്സാ. പിന്നെ പെർഫെക്ഷന്റെ കാര്യത്തിൽ ഞാനും പിന്നിലല്ല. അതാണ് എല്ലാം തികഞ്ഞ ഒരു ഡോണറെ നിങ്ങൾക്കായി ഞാൻ കണ്ടുപിടിച്ചത്. ഐ വിൽ ഷോ യു. ആ, പിന്നെ ഐശ്വര്യ ദേവിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ബെസ്റ്റ്. ഐശ്വര്യ ദേവി ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിൽ 2 തവണ പ്രവൃത്തി പരിചയം, 2 തവണയും സക്സസ്ഫുൾ ഡെലിവറി. ഡോക്ടർ, can you just ask her to wait outside, please? മുത്തു സാർ. അയ്യോ. ഡോക്ടർ, I'm sorry, but we are not happy with this lady. ഞങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ള എലഗന്റ് ആയ ലേഡിയാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. യു നോ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. സ്വപ്നയുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ 10 മാസം ചുമക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് കഴിവുള്ള ഒരു സ്ത്രീയെ വാടകയ്ക്കെടുക്കുന്നു. നിങ്ങൾ 2 പേർക്കും ഉണ്ടാകുന്ന ഭ്രൂണത്തെ നമ്മൾ മറ്റൊരു സ്ത്രീയിൽ വളർത്താനായി 10 മാസം നിക്ഷേപിക്കുന്നു. There won't be any biological relationship with the donor. So, ഗർഭപാത്രം നൽകുന്ന സ്ത്രീയുടെ യാതൊരു ജനിതക സ്വഭാവവും ഈ കുഞ്ഞിനുണ്ടാവില്ല. Then what's bothering you? I know that, doctor, but you know, I want the best in everything. Why can't we try some other options? It's very difficult. നല്ല കുടുംബത്തിലെ ആളുകളൊന്നും ഈ പണിക്ക് വരില്ല. Let's try before compromise. Doctor, we are even ready to pay extra for it. ഈ extra money? Yeah. We'll try our best. Doctor, none of them are suitable. ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു ലേഡിയെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുമ്പേ ട്രൈ ചെയ്യും. That's it. Don't be upset. Infertility treatment will take its own time. ഒരാഴ്ചക്കുള്ളിൽ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരും. There are plenty of beautiful girls in this country. Okay, doctor. All the best. Thank See you. you soon. Hope so. സുന്ദരിയുടെ ഗർഭപാത്രം ഈ വേൾഡിൽ കിട്ടുമോ? ഹലോ, വർക്ക്ഷോപ്ல இருந்து பில் வந்திருக்கு. ரிப்பேர் பண்றதுக்கு 2000 ரூபாய் பே பண்ணட்டுமா? 2000 രൂപയാ? அதுக்கு பணம் எங்க இருக்கு? அப்புறம் பண்ணலாம். ஓகே சார். വണ്ടി ഇടിച്ചെങ്കിൽ വേണ്ടിയില്ല. കള്ളി. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ? ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുക്ക.
സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പണയം വെക്കാൻ ചെല്ലുമ്പോഴാ വിവരം അറിയുന്നത്. എന്തൊരു കൊള്ള പലിശ അവരുടെ. ഫീസ് അടയ്ക്കാൻ ഇനി രൂപ 7,000 കൂടി ബാക്കി വേണം. അതിനിപ്പോ എന്ത് ചെയ്യുന്ന? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ 5 പേരെങ്കിലും വേണമെന്നാ പറയാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. രഞ്ജേട്ടൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ, സാറല്ലേ അന്ന് ഇവിടെ പിന്നെ? അതെ, ഞാൻ ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. എന്താ ഡോക്ടർ ഇവിടെ? അവരെ കൊണ്ടൊന്നെങ്കിലും പ്രശ്നം? ഏയ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെയോ? അതെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലിനിക് അല്ലേ? അതെ അതെ, വൈഫാണല്ലേ? അങ്ങനെയും പറയാം. അമേരിക്കയിൽ നിന്നുള്ളൊരു ദമ്പതികൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നവർക്ക് എന്റെ ഏജന്റ് കൊണ്ടുവന്ന സ്ത്രീകളുടെ ചന്തം പിടിച്ചില്ല. അത് പിന്നെ ആർക്കാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഇത്തിരി ഭംഗിയായിരിക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? ഇതാണ് തെറ്റിദ്ധാരണ. ഈ IVF ട്രീറ്റ്മെന്റ് പല തരത്തിലുണ്ട്. ഇപ്പൊ വന്നവരിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന എംബ്രിയോയെ എംബ്രിയോയോ ഭ്രൂണം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. There won't be any blood relationship with the surrogate mother. അതായത് ഈ കായക്കൊല പഴുപ്പിക്കാൻ 10,000 വെക്കണ പോലെ അല്ലേ? പഴുത്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് 10,000 ചായയും വരില്ല. കറക്റ്റ്. വല്ലാത്തൊരു ഉദാഹരണം. സാറേ, ഇതുപോലത്തെ ഒരു സീൻ മോഹൻലാലിന്റെ ഒരു സിനിമയിലില്ലേ? ഞാൻ മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടില്ല. ഇത് പുതിയതല്ലാന്ന്, പഴയ ഒരു സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത്രയും പഴയൊന്നുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, ദശരഥം. അത് തന്നെ. പക്ഷെ അതില് ഈ അമ്മ കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. എന്നാലും എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അല്ലേ? ഞാൻ കൊറേ കരഞ്ഞതാ. ഗർഭപാത്രം വാടകയ്ക്ക് തരാൻ തയ്യാറുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ എന്താ കരുതിയത്? പണത്തിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാ. ചില റിയൽ എസ്റ്റേറ്റും അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ പെണ്ണ് കേസിന് ഇറങ്ങേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചെല്ല്, പോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കാറടിച്ച പെണ്ണില്ലേ, അവരിതിന് കറക്റ്റാ. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലെന്ന് നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം രൂപ കൊടുക്കും. കമ്മീഷനായി നിങ്ങൾക്കൊരു 25,000 രൂപ വേറെയും തരും. ഞാൻ നേരിട്ട് നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങളാവുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണല്ലോ. ആണ്. എന്നാലും പെണ്ണ് കേസൊക്കെ ആവുമ്പോ അല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. സംഗതി അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് പണിയാ. ഒരു 50,000 തന്നെ നോക്കാം. 50,000? 50 എങ്കിൽ 50. പക്ഷെ പെട്ടെന്ന് വേണം. എന്നാ ഇപ്പൊ തന്നെ പോവാം അല്ലേ?